ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. എല്ലായിടവും നല്ല മഴയാണല്ലേ. ഇവിടെ നല്ല മഴയുണ്ട്. അങ്ങനെ ഒരു 5 മണിയായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന. ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ മഴയില്ലേ, ഫിഷൊന്നും അങ്ങനെ ചിലപ്പം എന്നും കിട്ടുന്നില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വയ്ക്കാം. പിന്നെ മക്കൾക്കൊരാഗ്രഹം മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള കുറച്ച് മാംഗോയും കുറച്ച് ഐറ്റമൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അടുത്ത് തന്നെ ഒരു ജംഗ്ഷനിൽ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതിനടുത്തുള്ള ഒരു നമ്മുടെ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഉള്ള ഒരു കടയിൽ ജസ്റ്റ് ഒന്ന് കയറി അങ്ങനെ നോക്കി. ഇപ്പം എനിക്ക് ഒരു 1-2 ഐറ്റം എടുക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ വീട്ടിൽ വന്ന് ഇതാണ് കേട്ടോ ചായ ഇടുന്ന പാത്രം. ഇതുപോലത്തെ ചെറിയ പാത്രം, അതിൻ്റെ കൈപിടിയെല്ലാം പോയി. അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ച്. പിന്നെ വാങ്ങിച്ചത് ഇതാണ് തേങ്ങ ചിരുകാനുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കിച്ചണിലൊക്കെ വെച്ച് തേങ്ങ ചിരുകാമല്ലോ. മറ്റേത് വർക്ക് ഏരിയയിലാണ് ഒരെണ്ണം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഇവിടെ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഏട്ടനാണ് ഉണ്ടാക്കുന്നത്. അപ്പം 2 മാംഗോയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രീമുണ്ടല്ലോ, ഫ്രഷ് ക്രീമുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഫ്രഷ് ക്രീം, അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ മധുരത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ പഞ്ചസാര ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചത്. പിന്നെ ഒഴിക്കേണ്ടത് തൈരാണ്. പുളിപ്പ് ഇല്ലാത്ത തൈരായിരിക്കണം കേട്ടോ. നമ്മുടെ ഐസ്ക്രീം എന്ന് പറയുന്നത് മധുരമുള്ളതല്ലേ, പുളിപ്പ് കാണില്ലല്ലോ. അതുകൊണ്ട് പുളിപ്പില്ലാത്ത തൈരും പിന്നെ വാനില എസൻസ് അല്ലെങ്കിൽ നമുക്ക് ഏലക്ക ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇവിടെ 3 കൂടെയാണ് കേട്ടോ ഐസ്ക്രീം ഉണ്ടാക്കണ ചടങ്ങ്. അങ്ങനെ നല്ലതായിട്ട് അരച്ച് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ പാക്കറ്റുകളാണല്ലോ ബോക്സ്, അതിനകത്ത് ഒഴിച്ച് ഫ്രീസറിൽ വയ്ക്കുക. വളരെ സിമ്പിളാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ ദിവസം ഒരു ഐസ്ക്രീം വാങ്ങിച്ച ബോട്ടിലാണ്. അങ്ങനെ അതിലൊക്കെ ഒഴിച്ച് ഫില്ല് ചെയ്ത് വളരെ എളുപ്പമല്ലേ. മാംഗോയും തൈരും ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ഏലക്ക, ഇത്രയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ അടിച്ച് ഫ്രീസറിൽ വെച്ച് ഒരു 12 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വയ്ക്കണം. അങ്ങനെ അത് വെച്ചിട്ട് പിന്നെ ഞാൻ ഇനി രാത്രിക്കുള്ള ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു കടയിൽ നിന്ന്. അപ്പോൾ അതിനുള്ളൊരു കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് സവാള ഞാനെടുത്ത് ചോപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ഒരു എഗ്ഗ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ സവാള ഞാൻ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് തക്കാളി വേണം. അപ്പോൾ ഒരു 2 തക്കാളി മതി കേട്ടോ. നമ്മൾ ഇപ്പോൾ എത്രയാണ് സവാള എടുത്തത് അതിൻ്റെ പകുതി തക്കാളി എടുക്കാം കേട്ടോ. തക്കാളി ഒരുപാട് ആയിപ്പോകരുത്. അങ്ങനെ തക്കാളി കട്ട് ചെയ്ത്, സവാള കട്ട് ചെയ്ത്, പിന്നെ തേങ്ങ ചിരുകി എടുത്ത്, അപ്പോൾ അതും വേണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് പാചകം ചെയ്യാൻ നിൽക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് വീണ്ടും വീണ്ടും വന്ന് ഓരോന്ന് ചെയ്യണ്ടേ. അങ്ങനെ തേങ്ങയും ചിരുകി മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടാക്കി. അത് ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക കേട്ടോ, അതാണ് ടേസ്റ്റ്. അങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ. ഇനിയിപ്പം ചോപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, സാധാ പോലെ നമ്മൾ കട്ട് ചെയ്താൽ മതി. അല്പം താമസിച്ച് അത് വെന്ത് കിട്ടുള്ളൂ, അത്രയുള്ള പ്രശ്നം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട്, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. അതൊന്ന് വാടി വരണം, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നല്ല സവാളയെല്ലാം നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത്, നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ടൊമാറ്റോ ഉണ്ടല്ലോ. അപ്പോൾ ടൊമാറ്റോ എപ്പോഴും ഞാൻ പറയണത് കൂടുതലായി പോലെ കേട്ടോ, എങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അങ്ങനെ ആ ടൊമാറ്റോയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതും ഒന്ന് ആ ടൊമാറ്റോയും കൂടെ ഒന്ന് വാടി വരണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച മണമായിരിക്കും നമ്മൾ മസാലയ്ക്ക് ഇടുമ്പോൾ. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ മാറാൻ വേണ്ടി അതും കൂടെ മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. ഒരു 2-3 സെക്കൻഡ് ആകുമ്പോൾ അതും വാടി കിട്ടും കേട്ടോ. നല്ല ചൂടാകുമ്പോൾ നല്ല ഓരോ പാനിൻ്റെ രീതിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും, ഇതാണ് ഇതിൻ്റെ മസാല. ഇത്രയും 3 മസാലയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
ആ മസാലയെല്ലാം ഒന്ന് നല്ലതായിട്ട് വഴണ്ട് വന്നതിന് ശേഷമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. 1/2 ഗ്ലാസ് വെള്ളമേ ഒഴിക്കാവൂ കേട്ടോ. ഇനി നമുക്കിതിൽ തേങ്ങ അരച്ച് ചേർക്കണം. അതുകൊണ്ട് ഈ മസാലയൊക്കെ ഒന്ന് നല്ല മിക്സായി വരാൻ വേണ്ടിയാണ് ഈ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് നല്ലതായിട്ട് ഇതുപോലെ തിക്കായിട്ട് ആയി വരും കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ കുറച്ചല്ലേ അരച്ച് അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല തിക്കായിരിക്കും. ഒത്തിരി നമുക്ക് ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യും. തേങ്ങ അരച്ച് ചേർക്കണുണ്ടേ നമ്മുടെ സാധാ സവാളയും ടൊമാറ്റോയും കൂടെ ആണെങ്കിൽ ഇത്രയും നമുക്ക് കറി കിട്ടൂലല്ലോ. പക്ഷേ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില, ഒരു മണത്തിന് വേണ്ടി ഒത്തിരി ആവണ്ട, കുറച്ച് മതി, ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് നല്ലതായിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിനായിട്ടുള്ളൊരു മുട്ടയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 3 മുട്ട എടുത്തിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് മുട്ട ഇതുപോലെ ഫ്രൈ ചെയ്തിടണ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് സാധാ പോലെ മുട്ട പുഴുങ്ങിയെടുക്കാമല്ലോ. പുഴുങ്ങിയെടുത്തിട്ട് അത് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഇതുപോലെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ മുട്ട ഇതുപോലെ 3 മുട്ട ഇതുപോലെ മിക്സ് ചെയ്ത് അല്പം ഉപ്പും കൂടെ ഒഴിച്ച്, ഉപ്പൊക്കെ നമ്മൾ മസാലയിൽ ഇട്ടതുകൊണ്ടാണ് കുറച്ച് ഇടാവൂ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക ഓരോ മുട്ടയായിട്ട്. ഞാനിപ്പോൾ 4 എണ്ണമാണ് എനിക്ക് ആവശ്യം. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ 4 ഇതുപോലെ ഫ്രൈ ചെയ്ത് ഇനി ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ മസാലയൊക്കെ കറിയിലൊന്ന് പിടിച്ചോളൂ. ഇനി നമുക്ക് തീയുടെ ആവശ്യമില്ല. തീ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. നല്ല ചൂടായിട്ടിരിക്കണ കറിയല്ലേ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ മുട്ടയും കൂടി ഇട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെടുത്ത മസാല ബോട്ടിലും ഓയിലും ഉപ്പ് അതെല്ലാം ഒന്ന് അതാത് സ്ഥാനത്ത് എടുത്ത് വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. ആ സമയത്ത് നമ്മുടെ കറിയത്തിൽ കൂടെ അവിടെ ഇരുന്ന് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ എല്ലാം ഒതുക്കി അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി റെഡിയാക്കാൻ വേണ്ടി പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിന് ശേഷം ആ ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പാക്കറ്റ് ചപ്പാത്തിയാണ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല കമ്പനിയിലായിരുന്നു കേട്ടോ, നല്ല പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വെക്കേട്ടാ. അപ്പോഴാണ് ഞാൻ വീണ്ടും ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ആ ചപ്പാത്തി എല്ലാം റെഡിയാക്കി എടുത്തിനി ഞങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് കഴിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും കറി മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ആ മോള് പറഞ്ഞ് ഇതിനേക്കാളും ടേസ്റ്റ് ചിലപ്പോൾ ദോശയും ഇതുമായിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. നല്ല സോഫ്റ്റ് അല്ലേ ദോശ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇനി നാളെ രാവിലത്തേക്ക് മാവുണ്ട്, ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഐസ്ക്രീമിൻ്റെ ടൈമൊന്നും ആയില്ല. ഇവിടെ സഹിക്കാൻ വയ്യ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു പാക്കറ്റിലുള്ളത് എടുത്ത് കഴിക്കണം. പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കുട്ടികൾക്ക് ഇഷ്ടമാവും. പിന്നെ കുറച്ച് പാൽ എനിക്ക് ചൂടാക്കാണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി. ഇന്നലെ ഞങ്ങൾ ഫ്രിഡ്ജിലിരുന്ന പാലെല്ലാം പിരിന്നു പോയി. അങ്ങനെ അതും ഒന്ന് ചൂടാക്കി എടുത്ത് വയ്ക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.